ലോകത്താകമാനം പ്രതിസന്ധി സൃഷ്ടിച്ച കൊറോണയെ പ്രതിരോധിക്കാൻ വാക്സിൻ തന്നെയാണ് വേണ്ടത്. ഇതിനോടകം തന്നെ യാത്ര ചെയ്യുന്നതിന് പോലും വാക്സിൻ നിർബന്ധമാക്കി കഴിഞ്ഞു. കേരളം പ്രവാസികൾക്ക് വാക്സിൻ നൽകുന്നതിൽ മുൻഗണന നൽകി കഴിഞ്ഞു. ആയതിനാൽ തന്നെ ഈ വാർത്ത ഏറെ നിർണായകമാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വരുന്നവർ കൃത്യമായി വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്ന നിർദ്ദേശം നൽകുകയാണ് അധികൃതർ. അതായത് ഗൾഫ് രാഷ്ട്രങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ള വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. ഇനി മുതൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഖത്തറിലേക്ക് വരുന്ന ഇന്ത്യക്കാർക്ക് ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്ന കാര്യം ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തി വരുന്നതായി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ. ഇക്കാര്യത്തിൽ ഖത്തർ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഖത്തർ എംബസിക്ക് കീഴിലെ ഉന്നതാധികാര സമിതികളുടെ മറ്റ് അഫിലിയേറ്റഡ് സംഘടനകളുടെയും പ്രതിനിധികളുടെ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഇത് ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കായി ഖത്തർ ശക്തമായ ക്വാറന്റൈൻ വ്യവസ്ഥകൾ നടപ്പിലാക്കിയത്. നിലവിൽ ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഖത്തറും കോവിഡ് വ്യാപനം തടയുന്നതിൽ ഏറെ മുന്നിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ അംബാസിഡർ ഖത്തർ അധികൃതരുമായി നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ പറഞ്ഞു. ഇന്ത്യയിൽ കോവിഡിന്റെ 2ാം തരംഗം രൂക്ഷമായ സമയത്തുണ്ടായ ഓക്സിജൻ ക്ഷാമം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന വേളയിൽ ഖത്തർ ഭരണകൂടവും ഇവിടുത്തെ ഇന്ത്യൻ പ്രവാസി സമൂഹവും സംഘടനകളും വലിയ പിന്തുണയും സഹായവുമാണ് ഇന്ത്യക്ക് നൽകിയതെന്നും അവയ്ക്ക് നന്ദി പറയുന്നതായും അംബാസിഡർ അറിയിച്ചു. ഓൺലൈനായി നടത്തിയ യോഗത്തിൽ എംബസിക്ക് കീഴിലെ ഉന്നതാധികാര സമിതികളുടെ പ്രവർത്തനങ്ങൾ അംബാസിഡർ വിലയിരുത്തി. ICBF പ്രസിഡന്റ് സിയാദ് ഉസ്മാൻ, ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് PN ബാബുരാജ്, ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് അസിം അബ്ബാസ്, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ഷെജി വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ സൗദിയിലേക്ക് വരാനായി ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കുന്നവർ പാസ്പോർട്ട് നമ്പർ രേഖയായി സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കി. ആധാർ നമ്പറിന് പകരം വാക്സിൻ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ പാസ്പോർട്ട് നമ്പർ നൽകുന്നതോടെ സൗദിയിലെത്തുമ്പോഴുള്ള സാങ്കേതിക തടസ്സം ഒഴിവാക്കുന്നതായിരിക്കും. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വിമാന സർവീസ് തുടങ്ങുന്നതിന് ഉന്നതതല ചർച്ചകൾ പൂർത്തിയായെന്നും കോവിഡ് കേസുകൾ വർദ്ധിച്ചതാണ് നിലവിലെ വിമാന വിലക്കിന് കാരണമെന്നും എംബസി അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.